രാജസ്ഥാനിൽ നിന്നും അതോടൊപ്പം തന്നെ ഒറീസയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ശേഖരമാണ്, സ്വർണ്ണ ഖനികളുടെ ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരു വർഷം ഏതാണ്ട് 800 ടൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്നുണ്ട് വിദേശത്ത്. പല ഈ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും വലിയ ഖനികളുണ്ട്. അവിടെ നിന്ന് സ്വർണം ലൈസൻസ്, അതായത് ഖനനം ചെയ്ത് സ്വർണം എടുക്കാനുള്ള, ഈ അയിര് എടുക്കാനുള്ള, കുഴിച്ചെടുക്കാനുള്ള ലൈസൻസ് പലർക്കും കിട്ടും. അത് ആർക്ക് വേണമെങ്കിലും ആ ടെൻഡറിൽ പങ്കെടുക്കാം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു MLA ആയിരുന്ന അൻവർ ഇതുപോലെ ആഫ്രിക്കയിലൊരു ഇടത്ത് പോയി ലൈസൻസൊക്കെ എടുത്ത്, അത് പക്ഷേ സ്വർണ്ണമല്ല, മറ്റു പല സാധനങ്ങളാണ്. എന്തായാലും അങ്ങനെ വരുന്ന സ്വർണം ദുബായിലേക്കും മറ്റുമൊക്കെ വന്നിട്ട്, ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത്, അത് ശരിക്കും ആ അയിര് വേർതിരിച്ച് അതിൽ നിന്ന് സ്വർണം ആക്കി, അതിന് ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് 24 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ചെമ്പ് ചേരുമ്പോഴാണ് ഈ ക്യാരറ്റിൽ വ്യത്യാസം വരുന്നത്. സ്വർണത്തിൻ്റെ ഗുണമേന്മ പറയുന്നത് ക്യാരറ്റിലാണ്. ഈ 916 ഗോൾഡ് ഹാൾമാർക്ക് എന്നൊക്കെ പറഞ്ഞ മാനദണ്ഡങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ സ്വർണം ഇന്ത്യയിലേക്ക് വരും. അത് 800 ടണ്ണാണ് നമ്മൾ ഒരു വർഷം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ബൻസ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് കാങ്കാരി, അവിടെയാണ് ശരിക്കും, അവിടെ ഒരു 120 ടൺ സ്വർണ്ണ നിക്ഷേപമാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കുഴിച്ചെടുക്കാൻ വേണ്ടുന്ന അതിൻ്റെ അയിര് എടുത്ത് വേർതിരിച്ച്, ഈ കാൽക്കുലേഷൻ അനുസരിച്ച് 120 ടൺ സ്വർണത്തിൻ്റെ നിക്ഷേപം അവിടെ ഉണ്ടെന്നാണ്. ഈ അയിര് എന്ന് പറയുന്നത്, സ്വർണ്ണ അയിര് എടുത്ത് അത് വേർതിരിച്ചെടുക്കുമ്പം അളവ് കുറയും. ഈ അയിരിനകത്ത് ചിലപ്പം മറ്റേതെങ്കിലും ധാതുക്കൾ കാണും, അല്ലെങ്കിൽ മണ്ണ്, അതൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം വേർതിരിച്ച് വളരെ ഇതായിട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ പ്രോസസ്സ് ചെയ്ത് ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ സ്വർണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഈ 120 ടണ്ണല്ല, കൂടുതൽ കിടപ്പുണ്ട്. പക്ഷെ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ 120 ടണ്ണ് എങ്കിലും കിട്ടണം, അത്രയും ഉണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന റിപ്പോർട്ട്. പക്ഷേ നമ്മൾ ഈ ഒഡീഷയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഒഡീഷയിൽ വലിയ നിക്ഷേപമാണ് പറയുന്നത്. ഈ രാജസ്ഥാനിൽ തന്നെ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ തദ്ദേശീയമായിട്ട് നമുക്ക് നമ്മുടെ ഭൂമി കുഴിച്ച് സ്വർണം കിട്ടിയാൽ അത് എടുത്ത് പ്രോസസ്സ് ചെയ്ത്, അയിരെടുത്ത് പ്രോസസ്സ് ചെയ്ത് സ്വർണ്ണമാക്കി കൊണ്ടുവന്നാൽ നമുക്ക് കുറേ കൂടെ വില കുറയും. മാത്രമല്ല, എല്ലാ ബാങ്കുകളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ബാങ്കുകളുണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട് അവർക്കെല്ലാം. അപ്പം നമ്മുടെ റിസർവ് ബാങ്ക് പോലെ ആ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം ഒരു വർഷം ഇത്ര ടൺ സ്വർണം വെച്ച് വാങ്ങി സൂക്ഷിക്കും. അത് ഓരോ രാജ്യത്തെയും ഈ സെൻട്രൽ ബാങ്കുകളുടെ അവരുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വർഷം ഇത്ര സ്വർണം നമ്മൾ ശേഖരിക്കണം, കരുതലായിട്ട് വയ്ക്കണം. ഇപ്പം ഇന്ത്യക്ക് വലിയ സ്വർണ്ണശേഖരമുണ്ട് ഇന്ത്യയുടെ കൈവശം. അറിയാം, പണ്ട് നമ്മൾ നരസിംഹറാവുവിൻ്റെ കാലത്ത് 50 ടൺ സ്വർണം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പണയം വെച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങാൻ പണമില്ലാതിരുന്ന നമ്മൾ അവസാനം സ്വർണം പണയം വെച്ചിട്ടാണ് IMF-ൽ കൊണ്ട് പണയം കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുത്ത് ഇത് വാങ്ങിയത്. ഇപ്പോൾ ഇവിടെ ഈ ഒഡീഷയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ ഇതൊന്നുമല്ല, ഏതാണ്ട് 20 മെട്രിക് ടൺ സ്വർണം നമുക്ക് ഭാവിയിൽ അവിടെ പ്രോസസ്സ് ചെയ്തെടുക്കാം. അവിടുത്തെ അയിര് കുഴിച്ച് അയിരെടുത്ത് ആ അയിര് പ്രോസസ്സ് ചെയ്ത് ഇതിൽ നിന്ന് 20 മെട്രിക് ടൺ സ്വർണം ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. 20 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ 1000 കോടി, സഹസ്ര കോടികളല്ല, ലക്ഷം കോടികളിലേക്ക് വില ചിലപ്പം പോകും, നമ്മുടെ ബിസിനസ് പോകും എന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന വിവരം. അതിൽ ഈ ദിയോഗർ എന്ന് പറയുന്ന ജില്ല കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത്. ഈ ദിയോഗറിൽ ഇപ്പം ഈ ഖനനത്തിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം പൂർത്തിയായി. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഇത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് ഖനനം ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കണം. അവിടെ സ്വാഭാവികമായിട്ട് അത് ആൾതാമസമുള്ള സ്ഥലമായിരിക്കില്ല, എങ്കിലും അതിന് ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തണം. ഇത് ഭൂമി കുഴിച്ച് ആഴങ്ങളിലേക്ക് പോയിട്ടാണ് ഇത് എടുക്കുന്നത്. ഭൂമിയുടെ ഇത്ര അടി താഴ്ചയിൽ ഇത് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന കുറേ പ്രാരംഭ ഒരുക്കങ്ങളുണ്ട്. അതെല്ലാം
ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ ദിയോഗർ ജില്ലയിൽ. ദിയോഗറിൽ മാത്രമല്ല, സുന്ദർഗർ, സബ്രംഗ്പൂർ, കിയോഞ്ചർ, അങ്കുൽ, കോറാപൂട്ട് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിൽ സ്വർണം ഉണ്ട് എന്നാണ്, നിക്ഷേപമുണ്ട് എന്നാണ്, ഈ അയിര് സ്വർണ്ണമടങ്ങിയ അയിര് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന റിപ്പോർട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 90കളിൽ തന്നെ നമ്മളിത് കണ്ടെത്തി. പക്ഷെ അതിൻ്റെ ഈ പാരിസ്ഥിതിക പഠനം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ പോയി ഒരിടത്ത് സ്വർണം ഭൂമിക്കടിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് കുഴിച്ചെടുക്കാൻ പറ്റില്ല. അത് പരിസ്ഥിതിക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ വിശദമായ പഠനം വേണം. അപ്പോൾ ആ പഠനം പല കാലങ്ങളിലായിട്ട് പുരോഗമിച്ച് ഇടയ്ക്ക് തടസ്സപ്പെടും, വീണ്ടും അത് മുന്നോട്ട് പോവും. അപ്പോൾ ചിലർ എതിർപ്പുമായിട്ട് വരും. അങ്ങനെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം നടത്തി നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ചുവടുവയ്പ്പ് നടത്തിയിരിക്കുകയാണ്. അതിൽ ഈ ദിയോഗറിലാണ് പ്രാഥമിക അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ മായൂർഭഞ്ച്, മൽക്കാൻഗിരി, സംഭാൽപൂർ, ബൗദ്ധ് തുടങ്ങിയ സ്ഥലങ്ങൾ ഇത്രയും വലിയ നിക്ഷേപം കണ്ടെത്തിയ സ്ഥിതിക്ക് അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വലിയ രീതിയിൽ നമുക്കൊരു ഗുണം ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ അവിടെയുമൊക്കെ ഈ ഖനനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് ഒഡീഷയുടെ ഖനന മന്ത്രി, ഈ ഖനന വകുപ്പുണ്ട്, അതിൻ്റെ മന്ത്രി കൃത്യമായിട്ട് നിയമസഭയിൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ്. നമ്മൾ ഇത് വാർത്തകൾ നേരത്തെ വരും. ഈ ഞാൻ പറഞ്ഞല്ലോ 90കൾ 91 മുതൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എത്ര വർഷമായി, 10-30 വർഷം കടന്നു പോയിരിക്കുന്നു അല്ലേ? ഈ 30 വർഷത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടുന്ന് നമുക്ക് 1 രൂപയുടെ സ്വർണം പോലും നമുക്ക് അവിടുന്ന് വേർതിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു പല ഖനികളും നമ്മുടെ കൈവശമുണ്ട്. ചെറിയ തോതിൽ നമ്മൾ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകയിലുണ്ട്, അതുപോലെ മറ്റു പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ഈ വലിയ നിക്ഷേപം ഉണ്ടായിട്ടും നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതിന് വലിയ സാധ്യത വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ നമുക്ക് സ്വന്തമായിട്ട് സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ഈ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ വലിയ ടാക്സ് വെച്ചിരുന്നു അല്ലേ? 10-28% ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഈ ഇറക്കുമതി തീരുവ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 6%-ലേക്കോ മറ്റോ കുറച്ചിട്ടുണ്ട് സർക്കാർ. അപ്പോൾ അതാണ് ഈ കള്ളക്കടത്ത് കുറയുന്നത്. അങ്ങനെയാണ്. ഇത് നമുക്ക് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇത് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ഡ്യൂട്ടി ഇത്രയും കൂട്ടിയത്. മൻമോഹൻ സിംഗിൻ്റെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ചിദംബരം വന്നിട്ടാണ് ഈ ഡ്യൂട്ടി ഇത്രയും കൂട്ടിയത്. അപ്പോൾ കള്ളക്കടത്ത് കൂടി. കള്ളക്കടത്തുകാർക്ക് ഈ സ്വർണം കൊണ്ടുവരാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മോദി സർക്കാർ വന്ന 1ാം മോദി സർക്കാരിൻ്റെ കാലത്ത് അത് കുറച്ചില്ല. പക്ഷേ 2ാം മോദി സർക്കാരിൻ്റെ അവസാനമായപ്പോഴത്തേക്കും ഇത് വലിയ കുറവ് വരുത്തി. ഈ 3ാം മോദി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. ഏതാണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 6% ഡ്യൂട്ടി അടച്ചാൽ മതി നമുക്ക് സ്വർണം നിയമവിധേയമായിട്ട് കൊണ്ടുവരാം. നിയമവിരുദ്ധമായിട്ടല്ല, നിയമവിധേയമായിട്ട് കൊണ്ടുവരാം. അങ്ങനെ എന്നിട്ടും കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ ഈ കള്ളക്കടത്ത് നമുക്ക് തടയാൻ പറ്റും. വെളിയിൽ നിന്ന് സ്വർണം കൊണ്ടുവരേണ്ടത് ഇവിടെ തന്നെ ഉണ്ട്. നമുക്കുള്ള കാശ് കൊടുത്ത് ഈ എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ഒഴിവായാൽ, ആ എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കുഴിച്ചെടുക്കുന്നതല്ലേ. ഇവിടെ സ്വാഭാവികമായ നികുതി കൊടുത്താൽ മതി. സർക്കാർ പറയുന്നത് മറ്റേ ഇറക്കുമതി തീരുവയൊന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ സ്വർണത്തിന് വീണ്ടും വില കുറയും. ഈ വില കുറയുമ്പോൾ സ്വർണം എല്ലാ കാലത്തും മൂല്യമുള്ള ഒരു ലോഹമാണ്. ഈ അറിയാമല്ലോ, മഞ്ഞലോഹത്തിനോടുള്ള മലയാളിയുടെ ഭ്രമം എന്ന് നമ്മളിങ്ങനെ കവിതകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് മലയാളിക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് സ്വർണത്തിനോട് വലിയ താല്പര്യമുണ്ട്. അത് ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിരിക്കും ചില പ്രദേശങ്ങളിൽ. ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ദക്ഷിണേന്ത്യയിൽ പൊതുവെ സ്വർണത്തിനോട് പ്രിയം കൂടും. ഉത്തരേന്ത്യയിൽ അങ്ങനെ അത്രയും ഈ ദക്ഷിണേന്ത്യക്കാരെ പോലെ ഒരു ആവേശം കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആവേശമുള്ളവരും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്വർണം എല്ലാ കാലത്തും വിലമതിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ എത്രത്തോളം സ്വർണം കയ്യിലുണ്ടോ അത്രത്തോളം നമ്മൾ സ്റ്റേബിളാണ്. നമുക്ക് നാളെ ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വ്യക്തിപരമായിട്ട് നമുക്കൊരു കൈവശം കുറച്ച് സ്വർണ്ണമുണ്ട്. പെട്ടെന്ന് നമുക്ക് പണത്തിന് അത്യാവശ്യം വന്നു, നമ്മൾ ഈ സ്വർണം കൊണ്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യും അല്ലേ? പണ്ട് നമ്മുടെ രാജ്യവും ചെയ്തതാണ്. എണ്ണ വാങ്ങാൻ പണമില്ലാതായപ്പോൾ സ്വർണം കൊണ്ട് ബ്രിട്ടീഷ് ബാങ്കിൽ പണയം വെച്ചിട്ട്
അതുപോലെ IMF-ന് പണയം വെച്ചിട്ട് ഒക്കെ നമ്മൾ പണമെടുത്ത് എണ്ണ വാങ്ങി. പിന്നീട് നമ്മൾ ആ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. മോദി സർക്കാർ വന്നതിന് ശേഷം ഈ സ്വർണം കുറേശ്ശെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ശേഖരത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. വ്യക്തമായ കണക്കുകൾ അതിനെക്കുറിച്ച് നമ്മുടെ കൈവശം ഇപ്പോൾ ഇല്ല. എന്തായാലും ഒരു കാര്യം സത്യമാണ്, സ്വർണം എത്രത്തോളം നമ്മുടെ കൈവശമുണ്ടോ അത്രത്തോളം നമുക്ക് സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാവും. ആ സാമ്പത്തിക സുസ്ഥിരത നമുക്ക് പല നല്ല കാര്യങ്ങൾക്കും നമ്മളെ പ്രേരിപ്പിക്കും, പുതിയ സംരംഭങ്ങളിലേക്ക് പോകാൻ സഹായിക്കും, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും. അത് വ്യക്തിക്കായാലും ശരി, രാഷ്ട്രത്തിനായാലും ശരി, ഒരു സ്ഥാപനത്തിനായാലും ശരി, ഈ സ്വർണം എപ്പോഴും കൈവശമുണ്ടെങ്കിൽ അതൊരു വലിയ ബലമാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് അത് കാരണമായി തീരും. സ്വർണം ഏറ്റവും അമൂല്യമായ ലോഹമാണ്. അത് വേണ്ട വിധത്തിൽ ഇതിനെല്ലാം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയട്ടെ. കൃത്യമായി ഖനനം നടത്തി പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാകാത്ത വിധത്തിൽ ഈ സ്വർണം അയിരെടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് സ്വർണം എടുത്താൽ അത് നമ്മുടെ രാജ്യത്തിന് എല്ലാ കാലത്തും ഒരു മുതൽക്കൂട്ടായിരിക്കും.